നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടങ്ങളുമായി യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കർഷക സംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസിനെ ആദരിച്ചു. കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുളങ്ങ ജംഗ്ഷനിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാലയിൽ പുസ്തക പ്രദർശനവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടങ്ങളുമായി യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി സ്വദേശി മുല്ലയ്ക്കൽ പറമ്പിൽ അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെ ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ആമ്പല്ലൂർ നെന്മണിക്കര സ്വദേശി ഭവിൻ്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ ഞായറാഴ്ച പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ഭവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിൻ്റെ വീട്ടിലെത്തി. ഭവിൻ്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഭവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ഭവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത്. ചാലക്കുടി DYSP ബിജുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും. ശനിയാഴ്ച അർദ്ധരാത്രി 12:30 ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി. നമ്മുടെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്, എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടതാണ്, ആ കുട്ടികളുടെ സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. അപ്പോൾ പെട്ടെന്ന് പോലീസ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് അമ്പരന്നു. പോലീസിനെ കള്ളു കുടിച്ചിട്ട് ഇയാൾ പറയുന്നത് നോക്കി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോലീസിന് ബോധ്യമായി. ഇവൻ കള്ളു കുടിച്ചിട്ട് പറയുന്നത് മാത്രമല്ല, എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായിട്ട് പോലീസ് അപ്പം തന്നെ അവർ CE അറിയിച്ചു, DYSP അറിയിച്ചു. രാത്രി തന്നെ എന്നെ വിളിച്ചു. 12:45 1 മണിക്കകത്ത് എനിക്ക് 12:30 കോൾ വന്നു. 12:45 എനിക്ക് കോൾ വന്നു. അപ്പോൾ ഞങ്ങളത് അയാൾ പറഞ്ഞ ഭാഗം രാത്രി തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ മദ്യവെച്ച് പറയുന്ന ആൾ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനെ തിരിച്ചു മറിച്ചൊക്കെ പറയുമല്ലോ. രാത്രി തന്നെ
CIയും DYSPയും അത് വാർത്ത വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. അയാൾ പറയുന്ന ഭാഗമെല്ലാം വെരിഫൈ ചെയ്ത് ഞങ്ങൾക്ക് രാവിലെയോടെ ബോധ്യപ്പെട്ടത് 2 കുട്ടികൾ മരണപ്പെട്ടു. കർഷക സംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. പേരാമ്പ്ര ATEU ഹാളിൽ നടത്തിയ സമ്മേളനം കേരള കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി V കുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേതാക്കളായ K രാജേഷ്, KC ജെയിംസ്, K സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. 2020 നടപ്പാക്കിയ കർഷക വിരുദ്ധ നിയമങ്ങൾ, 3 ബില്ലുകൾ, 3 ഓർഡിനൻസുകൾ, അതിനെതിരായിക്കൊണ്ട് 1 വർഷക്കാലം നീണ്ടുനിന്ന സമരം, ആ സമരത്തിന്റെ ഭാഗമായി ഏതാണ്ട് 1000-ഓളം വരുന്ന കൃഷിക്കാർ സമര കേന്ദ്രങ്ങൾക്ക് വന്ന് വിവിധ പ്രദേശങ്ങൾക്ക് വന്ന് പോലീസിന്റെ വെടിയേറ്റ് അടിയേറ്റ് വെയിലും മഴയും കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലെല്ലാം മരിച്ചു വീണിട്ടുണ്ട്. 1000-ഓളം രക്തസാക്ഷി. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസിനെ ആദരിച്ചു. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾ ദാസ് കിഴക്കേപ്പീടികയെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KM ബാബുരാജ് ഉപഹാരം നൽകി അനുമോദിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ പുതുക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ റിക്സൺ സോണി, അൻസ മരിയ ജോൺസൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. AA പ്രിൻസ്, നൌഷാദ് കലുപറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ജിനേഷ് വെട്ടിയാട്ടിൽ, ചാക്കോച്ചൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, മണ്ഡലം സെക്രട്ടറി ബിന്ദു ഷാജി, സജി പൈങ്കേൽ, ലിജി സജി, നിസാർ കറുപ്പം വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുളങ്ങ് ജംഗ്ഷനിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 10 കോടി രൂപ അനുവദിച്ച് 2022 പുനർനിർമ്മാണം തുടങ്ങി 3 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. ഫണ്ട് കുറവാണെന്ന പേരിൽ ആദ്യത്തെ കരാർ കമ്പനിയായ മലബാർ കൺസ്ട്രക്ഷൻസ് നിർമ്മാണം ഉപേക്ഷിച്ചു. തുടർന്ന് 2024 ജൂൺ 25-ന് BJP വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തിയിരുന്നു. തുടർന്ന് പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ചില്ലെന്നും ഇത് MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നിരുത്തരവാദിത്വമാണെന്നും BJP പഞ്ചായത്ത് സമിതി ആരോപിച്ചു. ഇപ്പോൾ അശാസ്ത്രീയമായാണ് മുളങ്ങ് വഴി തൃശൂർ ഇരിഞ്ഞാലക്കുട ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നത്. വലിയ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നതിനാൽ റോഡിലൂടെ ചെറുവാഹനങ്ങളുടെ യാത്ര ദുർഘടമാണ്. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുളങ്ങ് ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധം പഞ്ചായത്ത് അംഗം ശ്രുതി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TR രജീഷ് അധ്യക്ഷത വഹിച്ചു. രാമദാസ് വയലൂർ, ജിദ്ദേഷ് മുളങ്ങ്, രാഹുൽ നന്ദിക്കര, വിഷ്ണു പ്രസാദ് മുളങ്ങ് എന്നിവർ പ്രസംഗിച്ചു. കേരള കർഷക സംഘം വെള്ളിക്കുളങ്ങര മേഖലാ സമ്മേളനം കിഴക്കേ കോടാലി സാംസ്കാരിക നിലയത്തിൽ ചേർന്നു. കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, PK രാജൻ, KG രജീഷ്, PS പ്രശാന്ത്, PS അംബുജാക്ഷൻ, ചിത്ര സൂരജ്, CG സന്ദീപ്, ES സുരേഷ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റിയിൽ 5 സ്ത്രീകളും അതുപോലെ യുവാക്കൾ 40 വയസ്സ് താഴെയുള്ള ആളുകൾ വേണം. അങ്ങനെ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 23 അംഗ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം ഇവിടെ വയ്ക്കുന്നത്. വായിക്കാം. TK അസൈൻ, ഷാൻഡോ കൈതാരത്ത്, PS അംബുജാക്ഷൻ. കൊടകര അഴകം യുവജന സംഘം വായനശാല വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാലയിൽ പുസ്തക പ്രദർശനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും അനുമോദിക്കലും സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് K ബാബുരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. അനുമോദന സദസ്സിൽ പ്രശസ്ത എഴുത്തുകാരൻ AK ശിവദാസ് മുഖ്യാതിഥിയായി. കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ TV ഗോപി, വനിതാവേദി മുഖ്യ ഉപദേഷ്ടാവ് കുമാരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വായനശാല സെക്രട്ടറി സ്വാഗതവും വായനശാല കമ്മിറ്റി അംഗം AK ബാലൻ നന്ദിയും പറഞ്ഞു. ഞാനൊക്കെ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പൊളിറ്റിക്സിലേക്ക് വന്ന് പഞ്ചായത്ത് ബ്ലോക്ക് അതിലേക്കായി മത്സരിച്ച് നടന്നപ്പോൾ അന്നൊക്കെ എന്നോട് എൻ്റെ ബന്ധുക്കളും അതല്ലെങ്കിൽ
കുറച്ചറിയുന്ന ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു ഇത്രയൊക്കെ പഠിച്ചിട്ട് ഈ പഞ്ചായത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് പഠനം പോയത്. അതുപോലെ 10ാം ക്ലാസ് കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കലാണ് പണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല ഘടാഘടിയന്മാരായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരല്ലേ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ പാവം എഴുത്തുകാരൻ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയാനാ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു. സെക്രട്ടറി പറഞ്ഞു എന്തായാലും ഒരു വായനശാലയല്ലേ. തൃശൂർ ഫുൾ മാരത്തോൺ സെക്കൻഡ് എഡിഷൻ 2026 ജനുവരി 25 വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുടെ കായികക്ഷമതയും ആരോഗ്യകരമായ ശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ റണ്ണിംഗ് ക്ലബ്ബാണ് പാലപ്പള്ളി ജംഗ്ഷൻ മുതൽ ചിമ്മിനി ഡാം പരിസരത്തേക്കും തിരിച്ചും 12 കിലോമീറ്റർ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പാലപ്പള്ളി ജംഗ്ഷൻ പരിസരത്തു നിന്നും രാവിലെ 6:30 ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് കൂട്ടയോട്ടത്തിൽ പങ്കാളിയായി. കൂട്ടയോട്ടത്തിൽ 100-ലധികം പേർ പങ്കെടുത്തു. കൂട്ടയോട്ടത്തിന് ശേഷം ജില്ലാ കളക്ടർ നവമാധ്യമങ്ങളിലൂടെ വൈറലായ പാലപ്പള്ളി മൈതാനവും സന്ദർശിച്ചു. മൈതാനത്ത് നടന്ന ചടങ്ങിൽ 2026 തൃശൂർ മാരത്തണിൻ്റെ തീയതിയും വെബ്സൈറ്റും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ലോഞ്ച് ചെയ്തു. പാലപ്പള്ളി സെൻറ്റ് ജോസഫ് അക്കാദമിയിലെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റും വിതരണം ചെയ്തു. കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചതിന് ശേഷമാണ് ജില്ലാ കളക്ടർ മടങ്ങിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി റീമോൻ ആന്റണി, ജോയിന്റ് സെക്രട്ടറി സ്വപ്ന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടങ്ങളുമായി യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കർഷക സംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസിനെ ആദരിച്ചു. കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുളങ്ങ ജംഗ്ഷനിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാലയിൽ പുസ്തക പ്രദർശനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.